വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമാണ്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് അല്ല, ബിരിയാണി അല്ല, അങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ബദ്രിക്കുട്ടൻ പണിയെടുക്കുന്നത് അവന് ഇഷ്ടമുള്ള കാര്യം കഴിക്കുന്നതിന് വേണ്ടി. അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈസ് വേവിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് നാരങ്ങയുടെ ഒരു ചെറിയ പീസിലും അത് നല്ല ഫ്ലേവറാണ്. പിന്നെ ഉപ്പും പിന്നെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കും. ഞാൻ ബസ്മതി റൈസ് അല്ല എടുത്തത്, ജീരകശാല റൈസ് എടുത്തത്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഹാഫ് കെ ജി ബസ്മതി റൈസ് എടുത്താൽ ഏറെ ഉണ്ടാവും. പക്ഷേ ഹാഫ് കെ ജി ജീരകശാല അരി എടുത്തു കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അതാണെങ്കിൽ മിക്ക നമ്മൾ ബിരിയാണി മേടിക്കുമ്പോഴും റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ ചില കടകളിൽ നിന്ന് കുറവായിരിക്കും, ചെറിയ റൈസ് ആകുമ്പോഴേ. അതിൻ്റെ റീസൺ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വെജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വഴറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ പച്ചമുളക് ഇടും. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കും. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ചീത്തയാവത്തില്ല. അതേസമയം നമ്മൾ ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ചീത്തയായി പോവും. പിന്നെ അത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ ഈ റൈസ് വെന്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കയറ്റും. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടിയും പിന്നെ നമ്മുടെ മുന്തിരിങ്ങയും അത് വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കും കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ചിക്കൻ കറിയൊന്നും ഇല്ലായിരുന്നു. മുട്ട ഞാൻ പുഴുങ്ങിയത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ നോർമലി കടുക് വറുത്ത് ഉള്ളി വഴറ്റി അതിലേക്ക് നമ്മുടെ തക്കാളിപ്പഴവും പിന്നെ നമ്മുടെ പൊടിവകകൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് പിന്നെ അതിൽ ഇത് തൈര് എക്സ്ട്രാ ചേർക്കും 2 സ്പൂണ്. എന്നിട്ട് ഒരു കറി ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. എനിക്ക് ടോൺസിലൈറ്റിസ് ആയിരുന്നു. അങ്ങനെ പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് പനി വരും, കഫക്കെട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കൂടാതെ വലിയൊരു വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറ്റ സുഹൃത്ത്, അതേപോലെ തന്നെ എൻ്റെ ചേച്ചി, ഞാൻ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ചേച്ചി എന്നെ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ അമ്മ മരിച്ചുപോയി. അത് പെട്ടെന്ന് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു മരണമായിപ്പോയി. അമ്മയ്ക്ക് നേരത്തെ വയ്യാഴികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നുള്ള മരണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വയ്യാഴിക അതിനോടൊപ്പം ഇതും എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു മൈൻഡ് വരത്തില്ല. പക്ഷേ ഞാനിത് തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് പോയി. അപ്പോൾ പിന്നെയും ഇത് വീണ്ടും നിന്ന് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും ഇതെല്ലാം ചെയ്തിടുന്നത്. അപ്പം അതുകൂടെ നിങ്ങളോടൊന്ന് പറയണം തോന്നി. നമ്മൾ പിന്നെ വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവർ ഇമോഷൻസ് കൂടെ നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്നവർ കുറവായിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ എന്താണ് ഒരു വജ്രം പോലെയോ സ്വർണം പോലെയോ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ മൂല്യമുള്ളവരാണ്. അപ്പം ഞാൻ സുഹൃത്ത് എന്നതിനപ്പുറത്തേക്ക് ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും എൻ്റെ ചേച്ചി, ചേട്ടൻ അങ്ങനെ ഒരു ഇതിലാണ് കാണാറുള്ളത്. അപ്പം അങ്ങനെ വൈകിട്ടും ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി എന്ന് പറഞ്ഞതുപോലെ മോനും ഇഷ്ടമാണ്. അപ്പം വൈകിട്ടും രാവിലെയും ഇപ്പം ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല എനിക്ക് റൈസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടമാണ്. അപ്പം പിന്നെ അസുഖം ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.